ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് വിറ്റാമിനുകൾ അഥവാ ജീവകങ്ങളെക്കുറിച്ചുള്ളതാണ്. മിക്ക PSC എക്സാമിനും റിപ്പീറ്റായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അതേപോലെ മിക്ക എക്സാമിൻ്റെയും ടോപ്പിക്കുമാണ് വിറ്റാമിനുകൾ ഏതൊക്കെയാണ്, അവ മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. ആദ്യമായി വിറ്റാമിനുകൾ കണ്ടുപിടിച്ചതാരാണ്? ഫ്രെഡറിക് ഗോലാൻഡ് ഹോപ്കിൻസ് ആണ് വിറ്റാമിനുകൾ കണ്ടുപിടിച്ചത്. അതിന് പേര് നൽകിയത് കാസിമിർ ഫെങ്ക് ആണ്. ആദ്യമായി കണ്ടുപിടിച്ച വിറ്റാമിൻ എ ആണ്. അത് നമുക്കറിയാലോ, വിറ്റാമിൻ ഒരു പേരിടുമ്പോൾ ABCD എന്നാണല്ലോ ഇടുക. അങ്ങനെയാണ് വിറ്റാമിൻ എ ആണ് ആദ്യമായി കണ്ടുപിടിച്ച ജീവകം. വിറ്റാമിൻ എയെ കുറിച്ച് പഠിക്കാൻ നമ്മൾ ഒരു ചുവന്ന കണ്ണുള്ള റാബിറ്റിനെ കുറിച്ച് മാത്രം ആലോചിക്കുക. റാബിറ്റിൽ റായും ടായുണ്ട്. വിറ്റാമിൻ എയുടെ രാസനാമത്തിൽ റായും ടായുണ്ട്. രണ്ടും 3 അക്ഷരമാണുള്ളത്. റെറ്റിനോൾ, റാബിറ്റ്, റെറ്റിനോൾ. ഇവ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനാണ്. വിറ്റാമിൻ A, D, E, K ഈ 4 വിറ്റാമിനുകളാണ് കൊഴുപ്പിൽ ലയിക്കുന്നത്. വിറ്റാമിൻ ബിയും സിയും അത് ജലത്തിൽ ലയിക്കുന്നവയാണ്. എൽമർ മക്കല്ലം എന്ന വ്യക്തിയാണ് വിറ്റാമിൻ എയെ ആദ്യമായി വേർതിരിച്ച വ്യക്തി. അപ്പോൾ ആരാണ്? എൽമർ മക്കല്ലം എന്ന വ്യക്തിയാണ് ജീവകം എയെ ആദ്യമായി വേർതിരിച്ചത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, റാബിറ്റിൽ നിന്ന് എന്തൊക്കെയാണ്? വൈറ്റ് സ്കിന്ന്, നല്ല സ്മൂത്ത് സ്കിന്നുണ്ട്. അതുപോലെ ചുവന്ന കണ്ണുകളാണുള്ളത്. അപ്പോൾ കണ്ണുകൾ, സ്കിന്ന്, കാഴ്ചശക്തി, ഈ 3 കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യുന്ന ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് വിറ്റാമിൻ എ. ചർമ്മകോശങ്ങളുടെ പുനരുജ്ജീവന പ്രക്രിയയും അതുപോലെ ചർമ്മത്തെ കൂടുതൽ മൃദുലമാക്കാനും മിനുസമാക്കാനും ഒക്കെ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. ഇവ കരളിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ബീറ്റ കരോട്ടിൻ എന്ന രൂപത്തിലാണ് ഇവ ശരീരത്തിലെത്തുക. വിറ്റാമിൻ എയുടെ വിറ്റാമിൻ ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരും. അപ്പോൾ വിറ്റാമിൻ എയുടെ വിറ്റാമിനാണ് ബീറ്റ കരോട്ടിൻ. ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത, സീറോഫ്താൽമിയ, കെരാറ്റോമലേഷ്യ. നിശാന്തത എന്ന് പറഞ്ഞാൽ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി ഇല്ലാതാവുന്ന അവസ്ഥയാണ് നിശാന്തത. റോഡോപ്സിൻ എന്ന ഘടകം രാത്രികാല കാഴ്ചയ്ക്ക് ആവശ്യമായ ഒരു ഘടകമാണ്. വിറ്റാമിൻ എയുടെ അഭാവം മൂലം റോഡോപ്സിൻ്റെ നിർമ്മാണം തടസ്സപ്പെടുകയും അതുകാരണം മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി ഇല്ലാതാവുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയാണ് നിശാന്തത. വിറ്റാമിൻ എയുടെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗമാണ് ഹൈപ്പർ കെരോട്ടിസ്. ബ്രൈറ്റ് ഐ വിറ്റാമിൻ കാഴ്ചശക്തിക്ക് സഹായിക്കുന്നുണ്ട്. ഇതിനെ ബ്രൈറ്റ് ഐ വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും വിറ്റാമിൻ എ ആണ്. അപ്പോൾ വിറ്റാമിൻ എയിൽ നമ്മൾ എന്തൊക്കെ ഓർത്ത് വയ്ക്കേണ്ടത്? ഒരു ചുവന്ന കണ്ണുള്ള, വെളുത്ത, നല്ല മൃദുലമായ സ്കിന്നുള്ള റാബിറ്റിനെ കുറിച്ച് ആലോചിച്ചാൽ തന്നെ ഏകദേശമുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതാൻ പറ്റും. വിറ്റാമിൻ എ, റെറ്റിനോൾ, റാബിറ്റിലും റായും ടായുണ്ട്. വിറ്റാമിൻ എയിലും റായും ടായുണ്ട്. റെറ്റിനോൾ, റാബിറ്റ് കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. കണ്ണുകൾ, ത്വക്ക്, കാഴ്ചശക്തി എന്നിവയ്ക്ക് ആവശ്യമായ ജീവകമാണ് വിറ്റാമിൻ എ. ഇപ്പോൾ കരളിൽ സ്റ്റോർ ചെയ്യുന്നു. ബീറ്റ കരോട്ടിനാണ് ഇതിൻ്റെ വിറ്റാമിൻ. ആ രൂപത്തിലാണ് ഇത് ശരീരത്തിലെത്തുന്നത്. ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത, സീറോഫ്താൽമിയ, കെരാറ്റോമലേഷ്യ. ഇതിൻ്റെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗമാണ് ഹൈപ്പർ കെരോട്ടിസ്. ബ്രൈറ്റ് ഐ വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും വിറ്റാമിൻ എ ആണ്. അടുത്തത് വിറ്റാമിൻ B1 പഠിക്കുന്നതിന് മുമ്പ് വിറ്റാമിൻ സിയും D, E, C, D അവയെക്കുറിച്ച് പഠിക്കാം. വിറ്റാമിൻ സിയെ പഠിക്കാൻ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു നാരങ്ങനെയാണ്. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിൻ്റെ പേര് സിട്രിക് ആസിഡ്. വിറ്റാമിൻ സിയും ഒരു ആസിഡാണ്, പക്ഷേ ഇതിൻ്റെ പേര് അസ്കോർബിക് ആസിഡാണ്. ഓക്കെ. പിന്നെ ഈ വിറ്റാമിൻ നമ്മൾ നാരങ്ങ വെള്ളം കലക്കി ചൂടാക്കി എന്ത് സംഭവിക്കും? അതിൻ്റെ ടേസ്റ്റ് ഒരു വ്യത്യസ്തമായിരിക്കും. ഓക്കെ. പിന്നെ നമുക്ക് നാരങ്ങ വെള്ളം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ ജീവകം സിയുടെ പേര് അസ്കോർബിക് ആസിഡാണ്. കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യ ജീവകമാണ് വിറ്റാമിൻ സി. അപ്പോൾ നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ ഈസി ആയിട്ട് പറ്റുമല്ലോ, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യ ജീവകം സി ആണ്.
പിന്നെ വെള്ളം കൊണ്ടാണല്ലോ നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുക. അപ്പോൾ ജലത്തിൽ ജയിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. 2 വിറ്റാമിനുകളാണ് ജലത്തിൽ ലയിക്കുന്നത്, ബിയും സിയും ആണ് വെള്ളത്തിൽ ലയിക്കുന്നത്. അതല്ലാതെ ഞാൻ ആദ്യമേ പറഞ്ഞു, നാരങ്ങ വെള്ളം ചൂടാക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസപ്പെടും. അപ്പോൾ ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് വിറ്റാമിൻ സി. ഓക്കെ, ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. കാരണം ഒരുപാട് പഴക്കം ചെന്നാൽ നമ്മൾ വെറുതെ ചൂടാക്കും, അപ്പോൾ അതിൽ വിറ്റാമിൻ സി ഇല്ലാതാവും. വിറ്റാമിൻ സി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഫ്രഷ് ഫുഡ് ആയിരിക്കും എന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി ആണ്. ഇതിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. ഇതില്ലാതെ വേറൊരു കാര്യം കൂടി ആലോചിക്കണം. നമ്മൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് മൂത്രത്തിലൂടെ പോകുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. അപ്പോൾ വിറ്റാമിൻ സിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യങ്ങൾ, ഒരു നാരങ്ങയെ കുറിച്ച് ആലോചിക്കുക, നാരങ്ങ വെള്ളം, ഇവയെക്കുറിച്ചും ആലോചിക്കുക. കൃത്രിമമായി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ജീവകമാണ് വിറ്റാമിൻ സി. ജലത്തിൽ ലയിക്കുന്നവയാണ്. ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നതാണ്. ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. അതല്ലാതെ ഇത് മൂത്രത്തിലൂടെ പോകുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. അതുകൊണ്ടാണ് വൃക്ക രോഗികൾക്കൊക്കെ വിറ്റാമിൻ സി നാരങ്ങ കൊടുക്കരുത്, നാരങ്ങയുടെ ഇത് കമ്മിയാക്കണം എന്ന് പറയുന്നത്. എസ്പെഷ്യലി ക്രിയാറ്റിൻ ലെവലുള്ളവർക്കൊന്നും വിറ്റാമിൻ സി അധികം കൊടുക്കരുത്. അത് അടങ്ങിയിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ അധികം കൊടുക്കരുത്. അടുത്തത് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു സൂര്യപ്രകാശത്തിൽ എല്ല് പിടിച്ച് നടക്കുന്ന ഒരു നായക്കുട്ടിയെ ആലോചിച്ചാൽ മതി. വിറ്റാമിൻ ഡി നമുക്ക് പിടിക്കാം. നമുക്കറിയാം എല്ലിന് കാൽഷ്യം ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ വിറ്റാമിൻ ഡിയുടെ പേര് കാൽസിഫെറോൾ. ഓക്കെ, ജീവകം ഡിയുടെ രാസനാമം കാൽസിഫെറോൾ. ഇത് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനാണ്. ഞാൻ പറഞ്ഞിരുന്നു 4 വിറ്റാമിനുകളാണ് കൊഴുപ്പിൽ ലയിക്കുക, അത് നിങ്ങൾ മറക്കരുത്. എ, ഡി, ഇ, കെ. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. ഞാൻ പറഞ്ഞത് നായക്കുട്ടി എല്ല് പിടിക്കുന്നത് ആ എല്ലിനെ കുറിച്ചുള്ള ഇതാണ്. എല്ലിൽ കാൽഷ്യമുണ്ട്. അപ്പോൾ കാൽസിഫെറോൾ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് വിറ്റാമിൻ ഡി. സൺഷൈൻ വിറ്റാമിൻ, സ്റ്റീറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും വിറ്റാമിൻ ഡി ആണ്. സൂര്യപ്രകാശത്തിൽ ത്വക്കിനടിയിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. സൂര്യപ്രകാശത്തിലാണ് പട്ടിക്കുട്ടി നടക്കുന്നത്. സൂര്യപ്രകാശത്തിൽ ആ ത്വക്കിലേൽക്കുമ്പോൾ വിറ്റാമിൻ ഡി ആ ഭാഗത്ത് ഉണ്ടാകും. അതിനാണ് നമ്മൾ സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ ആലോചിച്ച് വയ്ക്കുന്നത്. ഇതൊക്കെ ഓർത്ത് വയ്ക്കാനുള്ള ഓരോരോ ട്രിക്സാണ്. ഓക്കെ, ഇതിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം, അതായത് വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സിയ. അതായത് മലയാളത്തിൽ കാണാം ഓസ്റ്റിയോമലേഷ്യ. അസ്ഥിനെ ബാധിക്കുന്ന, എല്ലിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഓസ്റ്റിയോമലേഷ്യ. എന്നീ അസുഖങ്ങൾ വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകും. അപ്പോൾ വിറ്റാമിൻ ഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിറ്റാമിൻ ഡിനെ കുറിച്ച് ഫസ്റ്റ് ഓർത്തിരിക്കേണ്ട പിക്ചർ എന്നാൽ മനസ്സിൽ ഒരു നായ്ക്കുട്ടി എല്ല് പിടിച്ചുകൊണ്ട് സൂര്യപ്രകാശത്തിൽ നടക്കുന്നതാണ് നമ്മൾ ആലോചിച്ച് വയ്ക്കേണ്ടത്. എല്ലിന് കാൽഷ്യം ആവശ്യമാണ്. വിറ്റാമിൻ ഡിയുടെ പേര് കാൽസിഫെറോൾ. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനാണ്. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ്. സൂര്യപ്രകാശത്തിൽ ത്വക്ക് നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിനാണ്. സൺഷൈൻ വിറ്റാമിൻ, സ്റ്റീറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ്. ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സിയ, ഓസ്റ്റിയോമലേഷ്യ എന്നീ അസുഖങ്ങൾ. അതല്ലാതെ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ഉപാപചയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വിറ്റാമിനുകളാണ്. കരൾ, മത്സ്യ എണ്ണകൾ, ഇലക്കറികൾ എന്നിവയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു. ഇനി ജീവകം ഇയെ കുറിച്ച് പഠിക്കാം. ജീവകം ഇയുടെ രാസനാമം ടോക്കോഫെറോൾ എന്നാണ്. ഇവ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനാണ്. ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. പ്രത്യുൽപാദന അവയവങ്ങളുടെ പ്രവർത്തനത്തിനും ഹൃദയത്തിൻ്റെ ആരോഗ്യം എന്നിവയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ. അപ്പോൾ പുരുഷന്മാരുടെ പ്രത്യുൽപാദന അവയവം ടെസ്റ്റിക്കിൾസ്,
അപ്പോൾ ഈ വിറ്റാമിൻ ഇയുടെ പേരും ടോക്കോഫെറോൾ, ടെസ്റ്റോസ്റ്റിറോൺ അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കുക. ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹോർമോണാണ്. ഈ യുവത്വത്തിലാണ് പ്രത്യുൽപാദന അവയവങ്ങളുടെ പ്രവർത്തനം മെച്ചമാകുക. ആ സമയത്ത് നമുക്ക് ഹൃദയത്തിൻ്റെ ആരോഗ്യം വളരെ മെച്ചമായിരിക്കും. ആ ഒരു സമയത്ത് തന്നെയായിരിക്കും നമ്മുടെ ബ്യൂട്ടി വളരെ നല്ല രീതിയിലുണ്ടാകുക. ഈ ഒരു 3 കാര്യങ്ങൾ ലിങ്കായിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ വിറ്റാമിൻ ഇന് ബ്യൂട്ടി വിറ്റാമിനും പ്രത്യുൽപാദന അവയവങ്ങളുടെ പ്രവർത്തനത്തിന് ഹൃദയത്തിൻ്റെ ആരോഗ്യം എന്നിവയിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. അപ്പോൾ വിറ്റാമിൻ ഇനെ കുറിച്ച് എന്തൊക്കെയാണ് അറിയേണ്ടത്? 1. രാസനാമം ടോക്കോഫെറോൾ. അതെങ്ങനെ ആലോചിച്ചാൽ മതി? പുരുഷന്മാരുടെ പ്രത്യുൽപാദന അവയവമാണ് ടെസ്റ്റിക്കിൾസിൻ്റെത് ടോക്കോഫെറോൾ. ജീവകം കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് പ്രത്യുൽപാദന അവയവങ്ങളുടെ പ്രവർത്തനത്തിന് എന്നിവയെ സഹായിക്കുന്നു. ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. അടുത്തത് വിറ്റാമിൻ കെ. വിറ്റാമിൻ കെ ഫോർ കട്ട. അതെല്ലാവരും പറയുന്നത് തന്നെയാണ്. ഇതിൻ്റെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. അത് ഫില്ലോക്വിനോൺ. ഇവ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനാണ്. ഇലക്കറികൾ, ഉരുളക്കിഴങ്ങ്, തക്കാളി, ചീര എന്നിവയിൽ കാണപ്പെടുന്നു. ഇതിൻ്റെ അഭാവം മൂലം മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ കാലതാമസമെടുക്കും. ആൻറ്റി ഹെമറേജ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. ഇതില്ലാതെ കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് വിറ്റാമിൻ കെ. കുടലിൽ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് വിറ്റാമിൻ കെ. വിറ്റാമിൻ B1. തവിടിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B1. അപ്പോൾ ഈ വിറ്റാമിൻ ബി ഒരുപാട് കോംപ്ലക്സുകളാണ് പറഞ്ഞു. ഇതിനെ ആലോചിക്കാൻ വിറ്റാമിൻ B1 തൈമിനാണ് പേര്. വിറ്റാമിൻ B2 റൈബോഫ്ലാവിൻ. റീനി പെയിൻറ്റഡ് pyramid with a bottle of folic acid. അപ്പോൾ വിറ്റാമിൻ ബിനെ കുറിച്ച് ആലോചിക്കാൻ വിറ്റാമിൻ ബി ഒരുപാട് പേരുകളുണ്ട്. അത് ആലോചിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കോഡ് വേർഡ് ഉണ്ട്. ദറിനി പെയിൻറ്റഡ് pyramid with a bottle of folic acid. The Rene painted pyramid using with a bottle of folic acid. The Rene painted pyramid with a bottle of folic acid. നോർത്തേക്കാം. തയമിൻ, റൈബോഫ്ലാവിൻ, നിയാസിൻ, പാൻറ്റോതെനിക് ആസിഡ്, പിരിഡോക്സിൻ, ബയോട്ടിൻ, ഫോളിക് ആസിഡ്. ഇത്രയും വിറ്റാമിൻസ് നമുക്ക് ഓർത്ത് വയ്ക്കാം. പിന്നെ ലാസ്റ്റ് ഒരു വിറ്റാമിൻ B12. അതിന് സൈനോകോബാലുവിൻ എന്നാണ് പേര് പറയാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വിറ്റാമിൻ B1 തയമിൻ. തവിട്ടിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ്. ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. ഇത് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നതാണ്. B1 സ്റ്റാർട്ടിങ് ബിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബെറിബെറി B1ൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി എന്ന രോഗം. B1 പായിലാണ്. അപ്പോൾ വിറ്റാമിൻ B1ൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി.
ഇത് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നതാണ്. കർസക്കോഫ് രോഗം ഇതുകൊണ്ടുണ്ടാകുന്നു. ഈ വിറ്റാമിനാണ് കാർബോഹൈഡ്രേറ്റുകളെ ഊർജ്ജമാക്കി മാറ്റാൻ നമ്മളെ സഹായിക്കുന്നത്. അടുത്തത് വിറ്റാമിൻ B2 കുറിച്ച് പഠിക്കാം. വിറ്റാമിൻ B2 റൈബോഫ്ലാവിൻ ത്വക്കിൻ്റെയും വായുവുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ്. ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ആംഗുലർ സ്റ്റൊമാറ്റിസ്, ത്വക്ക് വീണ്ടുകീറുക, വായ്പുണ്ണ് എന്നിവ. ഇതൊക്കെയാണ് ത്വക്ക് വീണ്ടുകീറുക, ആംഗുലർ സ്റ്റൊമാറ്റിസ്, പിന്നെ വായ്പുണ്ണ്. ഇതൊക്കെ ഉണ്ടാകുന്നത് വിറ്റാമിൻ B2 അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ്. വിറ്റാമിൻ G എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B2. പാലിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമാണ് എന്ന വിറ്റാമിനാണ് റൈബോഫ്ലാവിൻ, അതായത് വിറ്റാമിൻ B2. അടുത്ത വിറ്റാമിൻ B3 നിയാസിൻ, ദറീനി, തയമിൻ, റൈബോഫ്ലാവിൻ, നിയാസിൻ. വിറ്റാമിൻ B3 അറിയപ്പെടുന്നത് നിക്കോട്ടിനിക് ആസിഡാണ്. ഇതിൻ്റെ രാസനാമം. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും രക്തചംക്രമണത്തിനൊക്കെ ആവശ്യമുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ B3. ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. അപ്പോൾ ഇതിന് ആൻറ്റിപെല്ലഗ്ര വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിനാണ് വിറ്റാമിൻ B3. അപ്പോൾ വിറ്റാമിൻ B3 ആലോചിക്കുന്നത് നിക്കോട്ടിനിക് ആസിഡാണ്. അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. അപ്പോൾ ആൻറ്റിപെല്ലഗ്ര വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ B3 ആണ്. ദെൻ വിറ്റാമിൻ B5 പാൻറ്റോതെനിക് ആസിഡ് ആണ് ഇതിൻ്റെ രാസനാമം. ഹോർമോണുകളുടെ ഉൽപ്പാദനം, ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനം എന്നിവയെ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B5. ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പാരസ്തീഷ്യ. അതാലോചിച്ച പാൻറ്റോതെനിക് പാരസ്തീഷ്യ. പാൻറ്റോതെനിക് ആസിഡ് അപ്പോൾ പാരസ്തീഷ്യ ആലോചിച്ചാൽ മതി. ഓക്കെ, വിറ്റാമിൻ B5 ആണ്. ഇതിൻ്റെ അഭാവം മൂലം പാരസ്തീഷ്യ എന്ന അസുഖം ഉണ്ടാകുന്നു. ഇത്ര അതിനെക്കുറിച്ച് പഠിക്കാനുള്ളത്. ദെൻ അടുത്ത വിറ്റാമിൻ പറയാം. വിറ്റാമിൻ B6 പിരിഡോക്സിൻ. ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ, പെരിഫറൽ ന്യൂറോപ്പതി എന്നിവയ്ക്ക് കാരണമാകുന്ന വിറ്റാമിനാണ് പിരിഡോക്സിൻ, അതായത് വിറ്റാമിൻ B6. വിറ്റാമിൻ B7 ബയോട്ടൈൻ, ജീവകം H എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B7 ബയോട്ടൈൻ. ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെർമറ്റൈറ്റിസ്, എക്സിമ എന്നീ അസുഖങ്ങൾ. അപ്പോൾ ഇത് സ്കിന്നിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ B7. എയ്ഡ്സ് നിർണയ ടെസ്റ്റായ വെസ്റ്റേൺ ബ്ലോട്ടിന് ഉപയോഗിക്കുന്ന വിറ്റാമിനാണ് ഇത്. ജീവകം H എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് ബയോട്ടൈൻ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ജീവകം G ഏതാണ് വിറ്റാമിൻ? അത് റൈബോഫ്ലാവിൻ വിറ്റാമിൻ B2 ആണ് ജീവകം G എന്നറിയപ്പെടുന്ന വിറ്റാമിൻ. അപ്പോൾ നമ്മൾ എവിടെ എത്തി? ദറീനി, പെയിൻറ്റഡ് pyramid with a bottle പറഞ്ഞാൽ ബയോട്ടിനെയാണ് ബോട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നത്. ബോട്ടിൽ ഓഫ് ഫോളിക് ആസിഡ്. ഇനി നമുക്ക് അടുത്തത് ഏതാ പഠിക്കുന്നത്? ഫോളിക് ആസിഡ് വിറ്റാമിൻ B9 ആണ് ഫോളിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. ചുവന്ന രക്താണുക്കൾ, ഹീമോഗ്ലോബിൻ, ന്യൂക്ലിക് ആസിഡിൻ്റെ നിർമ്മാണത്തിനൊക്കെ വളരെ ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ B9. ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഈ വിറ്റാമിൻ ബിയിലാണ് കുറച്ച് അനീമിയ ടൈപ്സ് ഉള്ളത്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓർത്ത് വെക്കണം. അപ്പോൾ വിറ്റാമിൻ B9 കൊണ്ട് ഉണ്ടാകുന്ന അസുഖമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അടുത്തത് വിറ്റാമിൻ B12 സൈനോകോബാലുമിൻ. ഈ വിറ്റാമിൻ B12ൻ്റെ പേരാണ് സൈനോകോബാലുമിൻ എന്നാണ് രാസനാമം. കോബാലുമിൻ കണ്ടില്ല, കോബാലുമിൻ. അപ്പോൾ ഈ കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകമാണ് വിറ്റാമിൻ B12. എനർജി വിറ്റാമിൻ എന്നറിയപ്പെടുന്നതാണ്. വൻകുടലിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B12. ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പെർനീഷ്യസ് അനീമിയ. കണ്ടോ, ഇവിടെ വിറ്റാമിൻ B12 കൊണ്ട് പെർനീഷ്യസ് അനീമിയ ഉണ്ടാകുന്നത്.
വിറ്റാമിൻ B9 കൊണ്ടുണ്ടാകുന്ന രോഗമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഈ 2-3 ടൈപ്പ് അനീമിയ ഉണ്ടാകുന്നതെല്ലാം ബി കോംപ്ലക്സിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ്. ഇവ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ നമ്മളിന്ന് ഒരു റിവിഷൻ നമുക്ക് നടത്താം. ആദ്യം വിറ്റാമിൻ എ മുതൽ തുടങ്ങാം. വിറ്റാമിൻ എയുടെ പേര് റാബിറ്റിനെ കുറിച്ച് ആലോചിക്കാൻ പറഞ്ഞാൽ അപ്പോൾ റാബിറ്റ്, റെറ്റിനോൾ, റായും ടായും ഉണ്ട്, 2-3 അക്ഷരമാണ്. ദെൻ ജീവകം എ റെറ്റിനോൾ എന്നറിയപ്പെടുന്നു. കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. കണ്ണുകൾ, ത്വക്ക് ആരോഗ്യത്തിന് ആവശ്യമാണ്. കാഴ്ചശക്തിക്ക് സഹായിക്കുന്ന വിറ്റാമിനാണ്. ബീറ്റ കരോട്ടിൻ രൂപത്തിലാണ് എത്തുക. പ്രോ വിറ്റാമിനാണ് ബീറ്റ കരോട്ടിൻ. ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത, സീറോഫ്താൽമിയ, കെരാറ്റോമലേഷ്യ. ഇതിൻ്റെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗമാണ് ഹൈപ്പർ കെരാറ്റിസ്. ബ്രൈറ്റ് ഐ വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും വിറ്റാമിൻ എ ആണ്. ദെൻ വിറ്റാമിൻ B1 തയമീൻ തവിട്ടിൽ ധാരാളം അടങ്ങിയിരിക്കുന്നതാണ്. അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ബെർബറി. കർസക്കോഫ് രോഗം കാർബോഹൈഡ്രേറ്റുകളെ ഊർജ്ജമാക്കി മാറ്റാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B1. ദെൻ വിറ്റാമിൻ B2 റൈബോഫ്ലാവിൻ. ത്വക്കിൻ്റെയും വായുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ്. അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ആംഗുലർ സ്റ്റൊമാറ്റിസ്, ത്വക്ക് വീണ്ടുകീറുക, വായ്പുണ്ണ് എന്നിവ. വിറ്റാമിൻ J എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ്. പാലിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമാകുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B3. നിയാസിൻ, നിക്കോട്ടിനിക് ആസിഡ് എന്ന് പറയുന്ന വിറ്റാമിൻ. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ, രക്തചക്രമൃത്തിനൊക്കെ ആവശ്യമായ വിറ്റാമിനാണ്. ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. അപ്പോൾ ഈ വിറ്റാമിൻ അറിയപ്പെടുന്ന ആൻറ്റി പെല്ലഗ്ര വിറ്റാമിനാണ്. ദെൻ വിറ്റാമിൻ B5 പാൻറ്റോതെനിക് ആസിഡ്. ഹോർമോണുകളുടെയും ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനം എന്നിവയെ സഹായിക്കുന്ന വിറ്റാമിനാണ്. ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പാരസ്റ്റീഷ്യ. പാരസ്റ്റീഷ്യ അസുഖം. ദെൻ വിറ്റാമിൻ B6 പിരിഡോക്സിൻ. ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് മൈക്രോസിറ്റിക് അനീമിയ, പെരിഫറൽ ന്യൂറോപ്പതി എന്നിവയ്ക്ക് കാരണമാകുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B6. ദെൻ വിറ്റാമിൻ B7 രാസനാമം ബയോട്ടിൻ. ദെൻ ജീവകം H എന്നറിയപ്പെടുന്നു, ജീവകം G എന്നറിയപ്പെടുന്നു വിറ്റാമിൻ B2 റൈബോഫ്ലാവിനാണ്. വിറ്റാമിൻ B7 ആണ് ജീവകം H എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ അഭാവം മൂലം ഡെർമറ്റൈറ്റിസ്, എക്സിമ എന്നീ അസുഖങ്ങൾ. സ്കിന്നിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ B7. എയ്ഡ്സ് നിർണയ ടെസ്റ്റായ വെസ്റ്റേൺ ബ്ലോട്ടിന് ഉപയോഗിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B7. ദെൻ വിറ്റാമിൻ B9 ഫോളിക് ആസിഡ്. ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ചുവന്ന രക്താണുക്കൾ, ഹീമോഗ്ലോബിൻ, ന്യൂക്ലിക് ആസിഡ് എന്നിവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ B9. ദെൻ വിറ്റാമിൻ B12 സൈനോകോബാലുമിൻ. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B12. എനർജി വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പെർനീഷ്യസ് അനീമിയ എന്ന അസുഖം. ദെൻ വിറ്റാമിൻ C നാരങ്ങയെക്കുറിച്ച് ആലോചിക്കാൻ പറഞ്ഞു. നാരങ്ങ വെള്ളത്തിനെ കുറിച്ചും ആലോചിക്കാൻ പറഞ്ഞു. ജീവകം C അറിയപ്പെടുന്നത് അസ്കോർബിക് ആസിഡ്. കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യ ജീവകമാണ്. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനാണ്. ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിനാണ്. അപ്പോൾ ഈ വിറ്റാമിൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമുണ്ടെങ്കിൽ അവ ഫ്രഷ് ഫുഡായിരിക്കും. അതുകൊണ്ട് ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകമാണ് വിറ്റാമിൻ C. ഇതിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. ദെൻ വിറ്റാമിൻ D കാൽസിഫെറോൾ. ഞാൻ പറഞ്ഞിരുന്നു സൂര്യപ്രകാശത്തിൽ എല്ല് കടിച്ചു പിടിച്ച് നടക്കുന്ന ഒരു നായ്ക്കുട്ടിയാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ വിറ്റാമിൻ D കാൽസിഫെറോൾ എല്ലിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണല്ലോ കാൽസ്യം. എല്ലിന് ആവശ്യമുള്ള വിറ്റാമിനാണ് എല്ലിന് ആവശ്യമുള്ള മൂലകമാണ് കാൽസ്യം. അപ്പോൾ ജീവകം D അറിയപ്പെടുന്നത് കാൽസ്യഫെറോൾ. കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിനാണ്. സൺഷൈൻ വിറ്റാമിൻ, സ്റ്റീറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്നു. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ത്വക്കിൻ്റെ അടിയിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ D. ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് റിക്കസിയ അഥവാ കണ ഓസ്റ്റിയോമലേഷ്യ. ഇത് ഓസ്റ്റിയോമലേഷ്യ എല്ലിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ്. ദെൻ വിറ്റാമിൻ E ടോക്കോഫെറോൾ. ഞാൻ പറഞ്ഞു ടോക്കോഫെറോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനാണ്. ഇത് ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും പ്രത്യുൽപാദന അവയവങ്ങളുടെ പ്രവർത്തനത്തിനും ഈ വിറ്റാമിൻ ആവശ്യമാണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യം എപ്പോഴുണ്ടാവുക നമ്മുടെ യങ് അവസ്ഥയിലാണ്. ആ ഒരു സമയത്ത് പ്രത്യുൽപാദന അവയവങ്ങളുടെ പ്രവർത്തനവും നമ്മുടെ ബ്യൂട്ടിയും വളരെ ഹൈ ആയിരിക്കും എന്നുള്ള കാര്യം ആലോചിച്ചാൽ വിറ്റാമിൻ E യെക്കുറിച്ച് നമുക്ക് ഓർത്തു വയ്ക്കാം. ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. ദെൻ വിറ്റാമിൻ K ഫോർ കട്ട. ഇതിൻ്റെ രാസനാമമാണ് ഫിലോക്കിനോൺ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ K. കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. ഇലക്കറികൾ, ഉരുളക്കിഴങ്ങ്, തക്കാളി, ചീര എന്നിവയിൽ കാണപ്പെടുന്നതാണ്. ആൻറ്റി ഹെമറേജ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ K. ഇനി നമുക്ക് മുൻകാല PSC ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് കടന്നു പോകാം. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ A. സീറോഫ്താൽമിയ എന്ന വിറ്റാമിൻ്റെ അപര്യാപ്തത ഏത് വിറ്റാമിൻ കൊണ്ടാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ എയുടെ അഭാവം മൂലമാണ് സീറോഫ്താൽമിയ എന്ന അസുഖം ഉണ്ടാകുന്നത്. ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ കഴിഞ്ഞ PSCയിൽ ചോദിച്ചിട്ടുള്ളതാണ്. അവയെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചാണ്.
സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? റിക്കസിയ അഥവാ കണ്ണിലെ കോർണിയ വരണ്ട അതാര്യമാകുന്ന സീറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവമാണ്? വിറ്റാമിൻ എ. താഴെ പറയുന്നതിൽ ഏത് വിറ്റാമിനാണ് കാൽഷ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നത്? ഞാൻ പറഞ്ഞിരുന്നു കാൽഷ്യത്തിൻ്റെ അല്ല, വിറ്റാമിൻ ഡി. താഴെ പറയുന്നതിൽ ഏത് ആണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ? വിറ്റാമിൻ B3 ആണ് ദറിനി. അപ്പോൾ വിറ്റാമിൻ B3 ആണ് നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ. ഏത് വിറ്റാമിൻ ആഗിരണം ചെയ്യാനുള്ള കഴിവില്ലായ്മയാണ് പെർനീഷ്യസ് വിനാശകരമായ അനീമിയയ്ക്ക് കാരണമാകുന്നത്? വിറ്റാമിൻ B12. സൈനോകോബാലുമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ B12ൻ്റെ അഭാവം മൂലമാണ് പെർനീഷ്യസ് അനീമിയ എന്ന വിനാശകരമായ അനീമിയയ്ക്ക് കാരണം. സീറോഫ്താൽമിയ എന്ന അസുഖം ഉണ്ടാകുന്ന വിറ്റാമിൻ എയുടെ അഭാവം മൂലമാണ്. ഇതൊക്കെ തലങ്ങും വിലങ്ങും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ദെൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെർബറിയെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. B2 വിറ്റാമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ബെർബറി. തെറ്റാണ്. ഞാൻ പറഞ്ഞിരുന്ന വിറ്റാമിൻ B1 സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോൾ B1 കൊണ്ടുള്ള അസുഖമാണ് ബെർബറി. B1 കൊണ്ടുള്ള അസുഖമാണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണ്. രണ്ടാമത്തെ ഡയമൻ അല്ല, ഡയമൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ബെർബറി. കറക്റ്റാണ്. വിറ്റാമിൻ B1 എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ്. ശിശുക്കളിലും ചെറിയ കുട്ടികളിലുമുള്ള പോഷകാഹാര വൈകല്യമാണിത്. അത് തെറ്റാണ്. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ധാന്യങ്ങളുടെ തൊലിയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണിത്. വിറ്റാമിൻ B1 എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. ഇതൊക്കെ ബെർബറിയുടെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഓപ്ഷൻ 2, 4, 5 ഈ ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ളത്. അടുത്തത് രോഗത്തിൻ്റെ പേരും അതിൻ്റെ അടിസ്ഥാന കാരണം തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായവ ഏതൊക്കെയാണെന്ന് എഴുതുക. നിശാന്തത. വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റോഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു. ശരിയാണ്. നിശാന്തത റോഡോപ്സിൻ്റെ അഭാവം മൂലം രാത്രികാല കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടാവുന്ന അവസ്ഥയാണ് നിശാന്തത. രാത്രി, അന്ധത, കണ്ണ് കാണാതിരിക്കുന്ന അവസ്ഥ, അങ്ങനെ ആലോചിച്ചു. അത്രയേ ഉള്ളൂ നിശാന്തത. ദെൻ അടുത്ത ഓപ്ഷൻ സീറോഫ്താൽമിയ. അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗിരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു. അത് തെറ്റാണ്. ഗ്ലോക്കോമ എന്ന അവസ്ഥയാണ് അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗിരണം നടത്താത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥ. സീറോഫ്താൽമിയ എന്ന അസുഖം വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവരണം കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായിട്ട് മാറുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ. അല്ലാതെ ഗ്ലോക്കോമ എന്ന് പറയുന്നത് കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയും സീറോഫ്താൽമിയ എന്ന് പറയുന്നത് നേത്രാവരണവും കോർണിയയും വരണ്ട കോർണിയായിട്ട് മാറ്റുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ആദ്യത്തെ മാത്രമാണ് ശരിയായിട്ടുള്ളത്. ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലിപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ നാമം എന്താണ്? ഇതിൻ്റെ നാമം മെഗലോബ്ലാസ്റ്റിക് അനീമിയയാണ്. വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത്? വിറ്റാമിൻ കെ രക്തം കട്ടപ്പെടാൻ സഹായിക്കുന്നു. ശരിയാണ്. വിറ്റാമിൻ കെ ആണ് സഹായിക്കുന്നത്. വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. തെറ്റാണ്. വിറ്റാമിൻ ബിയും സിയും ആണ് ജലത്തിൽ ലയിക്കുന്നത്. ബാക്കിയുള്ള എ, ഡി, ഇ, കെ എല്ലാം കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. വിറ്റാമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. ശരിയാണ്. വിറ്റാമിൻ ഡി കാരണം വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിൽ നമ്മുടെ ത്വക്കിൻ്റെ അടിയിൽ നിർമ്മിക്കുന്ന വിറ്റാമിനാണ്. വിറ്റാമിൻ ബി വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. ആ ഓപ്ഷനും അതും ശരിയാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ശരിയല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് എന്നതാണ് ആൻസർ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ റിലേറ്റഡ് ടു വിറ്റാമിൻ ബി കോംപ്ലക്സ് ഈസ് കറക്റ്റ്? വിറ്റാമിൻ B1 തൈമിൻ. ശരിയാണ്. ബെർബറി എന്ന അസുഖം അതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്നു. ശരിയാണ്. വിറ്റാമിൻ B2ൻ്റെ പേര് റൈബോഫ്ലോവിൻ. ശരിയാണ്. പക്ഷേ അത് പെല്ലഗ്ര എന്ന അസുഖം ഉണ്ടാക്കുന്നില്ല. അതിൻ്റെ അഭാവം മൂലം പെല്ലഗ്ര എന്ന അസുഖമല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാണ്. വിറ്റാമിൻ B3 നിയാസിൻ്റെ അഭാവം മൂലമാണ് പെല്ലഗ്ര എന്ന അസുഖം ഉണ്ടാകുന്നത്. വിറ്റാമിൻ B3 നിയാസിൻ എന്നാണ് പേര്. കറക്റ്റ്. അനീമിയ അസുഖം വിറ്റാമിൻ B3 കൊണ്ടുണ്ടാകുന്നില്ല, പെല്ലഗ്ര അസുഖമാണ് ഉണ്ടാകുന്നത്. വിറ്റാമിൻ B7 ബയോട്ടിൻ ഡെർമറ്റൈറ്റിസ് എന്ന അസുഖം ഉണ്ടാകുന്നു. അപ്പോൾ
1 and 4 ആണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.